ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരകപീശ്വരോ. കിഷ്കിന്ധാകാന്ഡം 26-ാമത്തെ സർഗം. അങ്ങനെ ബാലിയുടെ സംസ്കാരം കഴിഞ്ഞ് തർപ്പണമെല്ലാം കഴിഞ്ഞ് ഈറനെടുത്ത് നിൽക്കുന്ന സുഗ്രീവന്റെ ചുറ്റും അവിടുത്തെ പ്രായം ചെന്ന മഹാമന്ത്രിമാർ ഒക്കെ ചുറ്റും കൂടി, നീ എന്താ അങ്ങ് ശ്രീരാമനെ ചെന്ന് കാണും, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇനി അങ്ങോട്ട് ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവിനെ ഋഷികളുടെ ഗണങ്ങൾ, ഋഷ്യസംഘം ചുറ്റി കാര്യം അവതരിപ്പിക്കുന്ന മാതിരി ഈ വാനരന്മാരെല്ലാം ചെന്ന് ശ്രീരാമന് ചുറ്റും കൂടി നിന്നു. ഹനുമാൻ കൈകൂപ്പി പറയാണ്, അങ്ങയുടെ പ്രസാദത്താൽ പിതൃപൈതാമഹമായ വാനരരാജ്യം സുഗ്രീവന് ലഭിച്ചു. ഇനി നഗരിയിലെത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാലും വിവിധ ഔഷധികൾ അടങ്ങിയ ജലം കൊണ്ട് അഭിഷേകം നടത്തണം. അപ്പോൾ പിന്നെ മാല്യങ്ങളും രത്നാഭരണങ്ങളും നൽകി അദ്ദേഹം അങ്ങയെ ആദരിക്കും. ഈ പർവ്വത ഗുഹയിലൂടെ നമുക്ക് അകത്തേക്ക് പുരിയിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ മറുപടി വരികയാണ്, അച്ഛൻ്റെ ശാസന പരിപാലിക്കുന്ന ഞാൻ 14 വർഷം നഗരിയിലോ ഗ്രാമത്തിൽ പോലും പ്രവേശിക്കില്ല. സർവസജ്ജയായ ഈ ഗുഹയിലൂടെ കടന്ന് സുഗ്രീവൻ അഭിഷിക്തനാവട്ടെ, അംഗദൻ യുവരാജാവുമാകട്ടെ. ജ്യേഷ്ഠപുത്രനുമാണ്, അതുപോലെ വിക്രമത്തിൽ ജ്യേഷ്ഠനും ആയ അംഗദൻ അതിന് സർവഥാ യോഗ്യനാണ്. ഈ വരുന്നത് ശ്രാവണ മാസമാണ്. ഇനി 4 മാസം ചാതുർമാസ്യമാണ്. അതായത് പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റില്ല, മഴയാണ്. അത് കാരണം പുറത്തിറങ്ങിയുള്ള പ്രവൃത്തികളൊന്നും അധികം പറ്റില്ല. അത് കാരണം എന്ത് ചെയ്യും, നിങ്ങൾ കിഷ്കിന്ധയിലേക്ക് പ്രവേശിക്കൂ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞാൻ ലക്ഷ്മണനും ഒത്ത് ഇവിടെ തന്നെ നിന്നോളാം, ഇവിടെ താമസിച്ചോളാം. കാർത്തിക മാസമായാൽ ആകാശം തെളിയും, ആദിശേഷന്റെ പര്യങ്കലത്തിൽ നിന്ന് വിഷ്ണു എഴുന്നേൽക്കും എന്നാണ് സങ്കല്പം. ആ സമയമായാൽ പിന്നെ കാര്യങ്ങളൊക്കെ നടത്താം. ആ സമയമായാൽ പിന്നെ രാവണനെ നമുക്ക് തിരയാൻ തുടങ്ങാം. രാമാനുശാസനം കേട്ട സുഗ്രീവൻ പുരിയിലേക്ക് പ്രവേശിച്ചു. ഉടനെ അസംഖ്യം വാനരന്മാര് കൂട്ടം കൂട്ടമായി വന്ന് അദ്ദേഹത്തിനെ അനുമോദിച്ചു. 7 പ്രകൃതികൾ, രാജാവ്, മന്ത്രി, കോശാധ്യക്ഷൻ, അങ്ങനെയുള്ളവരാണ് പ്രകൃതികൾ. സേനാപതി, അങ്ങനെയുള്ള 7 സപ്തപ്രകൃതികളും ഒത്തുകൂടി അദ്ദേഹം അന്തപുരത്തിലെത്തിയപ്പോൾ 16 കന്യകമാർ ഓരോന്നായിട്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. വെൺകൊറ്റക്കൊട, പൊൻപിടിയുള്ള വെഞ്ചാമരങ്ങൾ, സർവരത്നങ്ങൾ, സർവബീജങ്ങളും സർവബീജ ഔഷധികളുടെ ബീജങ്ങൾ മാത്രം ശേഖരിച്ച്, അങ്ങനെ പാമരപ്പുട്ടുകൾ, 4 പാമരത്തിൻ്റെ മുട്ടുകൾ, 4 പാമരം മാതിരി വീണ്ടും പാലുള്ള മരങ്ങൾ, അത്തി, അരയാല്, പേരാല്, കല്ലാല്, അങ്ങനെയുള്ള സാധനങ്ങൾ, അതിൻ്റെയൊക്കെ മുട്ടുകൾ, അതിൻ്റെ പൂക്കൾ ഉള്ളതിന് എല്ലാത്തിനും പൂക്കളില്ല. വെള്ളയാടകൾ, വെള്ള ലേപനങ്ങൾ, സുഗന്ധമാല്യങ്ങൾ, ചെന്താമരകൾ, ദിവ്യഗന്ധങ്ങൾ, അക്ഷതം, സ്വർണം, ഞാഴൽപ്പൂവ്, തേനും നെയ്യും, തൈര്, പുലിത്തോല്, വിലപിടിപ്പുള്ള മെതിയടികൾ, അംഗരാഗങ്ങൾ, ഇതെല്ലാം ഓരോരോ വലിയ വലിയ ഇതിലാക്കി അതിനുള്ള വയ്ക്കാനുള്ള സാമഗ്രി ചെപ്പുകളിലോ ഒക്കെ ആക്കിയിട്ട് 16 കന്യകമാർ അദ്ദേഹത്തിനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് മന്ത്രജ്ഞന്മാർ പുൽപ്പായയിലിരുത്തി അദ്ദേഹത്തിനെ കിഴക്കോട്ടിരുത്തി ഹവിസ് അഗ്നിക്ക് സമർപ്പിച്ചു. പിന്നെ വലിയൊരു പ്രാസാദ ശിഖരത്തിൽ, പ്രാസാദത്തിന് മുകളിൽ സ്വർണസിംഹാസനത്തിൽ കിഴക്കോട്ടിരുത്തി കനകകുംഭങ്ങൾ കൊണ്ടുവന്ന് അതിൽ അഭിഷേകം ചെയ്യണം ഓരോരുത്തരായിട്ട്. ലക്ഷ്മണൻ അഭിഷേകം ചെയ്തതായിട്ട് ചില രാമായണത്തിലുണ്ട് തോന്നുന്നു. ഇതിൽ ലക്ഷ്മണൻ വന്നിട്ട് അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ വലിയ ഇവർ തന്നെയാണ്, മന്ത്രിമാർ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ തന്നെയാണ് അഭിഷേകം ചെയ്യണത്. മന്ത്രജ്ഞന്മാർ അഭിഷേകം ചെയ്യും. അതിനുശേഷം ശാസ്ത്രനിഷ്ഠമായ വിധി കൊണ്ട് മഹർഷിമാർ പറഞ്ഞതനുസരിച്ച് ഗജോ ഗവാക്ഷോ ഗവയ ശ്രേഷ്ഠന്മാരായ
വാനരന്മാരുടെ പേര് പറയാണ്. ഗജോ ഗവാക്ഷോ ഗവയഹം ശരഭോ ഗന്ധമാദനഹം മൈന്ദഹശ്ച ദ്വിവിധശ്ചേവ ഹനുമാൻ ജാമ്പവൻ തഥാ അഭിഷിഞ്ചത ദുഗ്രീവം സുഗ്രീവം പ്രസന്നേന സുഗന്ധിന. അങ്ങനെ സുഗന്ധങ്ങളെല്ലാം ചേർത്ത് കനക കലശങ്ങളിലുള്ള സമുദ്രജലം കൊണ്ടും പല പല തീർത്ഥജലങ്ങളെ കൊണ്ടൊക്കെ വസവോ വാസവം യുധ അഷ്ടവസ്തുക്കൾ എങ്ങനെയാണോ ദേവേന്ദ്രനെ അഭിഷേകം ചെയ്ത് പ്രസന്നനാക്കണേ, അമാതിരി ഈ ഇവര് 8 പേരിനതുണ്ട്. അഷ്ടവസുക്കൾ എന്നുള്ള ഉപമ വളരെ ശ്രേയമാണ് അവിടെ. അങ്ങനെ അവർ അഭിഷേകം ചെയ്തു സുഗ്രീവനെ പ്രസന്നാക്കി. സുഗ്രീവനാവട്ടെ അംഗദനെ യുവരാജാവായിട്ടും അഭിഷേകം ചെയ്തു. സഭാവാസികളൊക്കെ ജയ ജയ പാടി സുഗ്രീവനും ഹനുമാനും മൈന്ദൻ ദ്വിവിധൻ അംഗദൻ എന്നിവർക്കും ജാമ്പവാനൊക്കെ പാടി ശ്രീരാമലക്ഷ്മണന്മാർക്കും പാടി എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ വലിയ പട്ടാഭിഷേകത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരുന്നു. കിഷ്കിന്ധ ശോഭിച്ചു എന്നാണ് ഒരു ശ്ലോകം കൊണ്ട് പറയുന്നത്. ഹൃഷ്ടപുഷ്ടജനാകീർണ പതാകധ്വജ ശോഭിതാം ബഭൂവ നഗരീരമ്യ കിഷ്കിന്ധ ഗിരിഗഹ്വരേ. ആ ഗുഹയുടെ ഉള്ളിൽ പ്രശോഭിക്കുന്ന കിഷ്കിന്ധ എന്തായി? ഹൃഷ്ടപുഷ്ടജനാകീർണ, ധാരാളം ആൾക്കാർ, എല്ലാവരും സന്തോഷത്തോടുകൂടി നടക്കുന്നതാണ്. പുഷ്ടം, നല്ല തിക്കും തിരക്കുള്ള ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ ആ നഗരി, കിഷ്കിന്ധ നഗരി. പതാകധ്വജശോഭിത, വലിയ വലിയ കൊടിക്കൂറകൾ, അതുപോലെ തന്നെ വലിയ തോരണങ്ങൾ, ഇതെല്ലാം അലങ്കരിക്കപ്പെട്ട നഗരി വളരെ ശോഭിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് അഭിഷിക്തനായ സുഗ്രീവൻ ശ്രീരാമനെ ചെന്ന് കണ്ട്, അങ്ങനെ അഭിഷേകമൊക്കെ കഴിഞ്ഞു, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് പറഞ്ഞ് അതും സ്വീകരിച്ച ശേഷം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച ശേഷം തൻ്റെ ഭാര്യയായ രുമയുടെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവസാനിക്കുന്നത്. ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം.